CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിദ്വേഷ പരാമർശത്തിന് കടവല്ലൂർ സിറാജ് ഉലൂം സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും സ്കൂളിൽ ഓണാഘോഷം വേണ്ടെന്നും രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം ഇട്ട സംഭവത്തിലാണ് കേസ്. ഓണാഘോഷത്തെപ്പറ്റി ശബ്ദ സന്ദേശം നൽകി വിവാദത്തിലായ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ 2 അധ്യാപകരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സ്കൂളിലെ വനിതാ അധ്യാപകരായ ഖദീജ, ഹഫ്സ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഓണം മുസ്ലിം വിദ്യാർത്ഥികൾ ആഘോഷിക്കരുതെന്ന വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സിറാജുൽ ഉലൂം സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കുമെതിരെ ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. CPIM കല്ലുംപുറം ബ്രാഞ്ചും പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു. അധ്യാപികയുടെ വിവാദ ശബ്ദ സന്ദേശം BJP കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മണലൂർ MLA മുരളി പെരുന്നലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും തുടർന്ന് സംഘർഷത്തിൽ കലാശിച്ചത്. തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിലെ മെല്ലെ പോക്കിനും രൂക്ഷമായ ഗതാഗത കുരുക്കിനുമെതിരെ AC മൊയ്തീൻ MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ചാവക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ അപകടം. 1 വയസ്സായ കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരുമനയൂരിൽ യുവാവിനെ കുത്തേറ്റു. തങ്ങൾപ്പടി സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ 29 വയസ്സുള്ള ഫദലുവിനാണ് കുത്തേറ്റത്. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. കേച്ചേരി സിറ്റി മഹിള ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ P ഭാഗ്യലക്ഷ്മി അമ്മ നഗറിൽ നടന്ന മേഖലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ഗിൽഷ ശിവജി ഉദ്ഘാടനം ചെയ്തു. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ മാണിക്കത്തുപടി ജനകീയ റോഡിൽ പുളിക്കൽ പരേതനായ ശേഖരന്റെയും സുമതിയുടെയും മകൻ 48 വയസ്സുള്ള മനോജാണ് മരിച്ചത്. പൊന്നോണക്കാലത്തെ വരവേറ്റ് നാട്. വിവിധയിടങ്ങളിൽ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണം വിപണികൾക്കും മേളകൾക്കും തുടക്കമായി. ഗുരുവായൂർ MLAയുടെ നിസ്സംഗതയ്ക്കെതിരെ കോൺഗ്രസ് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ 3ാം ഘട്ട ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വോട്ടുകൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ച് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് മാർച്ച് നടത്തി. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0യുടെ ഭാഗമായി ഗുരുവായൂർ GUP സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്ക് സമർപ്പണം നടത്തി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി രഥഘോഷയാത്ര നടത്തി. ഫാദർ ജോസ് ലൂവിസ് കുത്തൂരിന്റെ പൗരോഹിത്യ രജത ജൂബിലി കുത്തൂർ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. സഹജീവികരണം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ തൊഴിയൂർ CM UP സ്കൂളിലെ കുട്ടികൾ തൊഴിയൂർ ദിവ്യദർശൻ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടികൾ നൽകി. കൂറ്റനാട് സ്വദേശിയായ 19-കാരനെ കാണാനില്ലെന്ന് പരാതി. കൂട്ടുപാത വട്ടുള്ളി സ്വദേശി പുത്തൻവീടികൾ ഷംസുദ്ദീൻ മകൻ സാബിത്തിനെയാണ് ചൊവ്വാഴ്ച കാലത്ത് 11 മണി മുതൽ കാണാതായത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.